ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും മേജർ കോസ് ഓഫ് ട്രോമ എന്താണ് കുട്ടികളിൽ? ആക്ച്വലി ഡിജിറ്റലി നമ്മൾ നോക്കുവാണെങ്കിൽ അവർ പല പ്ലാറ്റ്ഫോംസ് ഇങ്ങനെ ഡിജിറ്റലി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ഈസിലി അവൈലബിൾ ആണ്, എക്സ്പോസ്ഡ് ആണ്. അപ്പം അവർക്ക് ചില സമയത്ത് അവർ ഏത് പ്ലാറ്റ്ഫോമിൽ പോയി എന്തൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു ഹ്യൂമൻ സെക്ഷുവാലിറ്റിയെ കുറിച്ച് എടുക്കുവാണെങ്കിൽ തന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല കിട്ടുന്നെങ്കിൽ, ഇപ്പം എൻ്റെ അടുത്തൊരു ചെറിയ കുട്ടി വരുമായിരുന്നു. വന്നിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞത് ആ കുട്ടിയുടെ എന്താ പറയാ ഓറിയന്റേഷൻ, ആ കുട്ടിക്ക് ഡൗട്ട് ആണ്. വളരെ കുഞ്ഞു കുട്ടിയാ. എത്ര വയസ്സ് കാണും? എനിക്ക് തോന്നുന്നു 8 years ആണെന്ന് തോന്നുന്നു. അപ്പം പിന്നെ ഞാൻ കുറെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആള് കുറേ എന്തൊക്കെയോ ഗ്രൂപ്പിലൊക്കെ പോയി കയറിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം വഴിയും കുറെ ഗ്രൂപ്പ്സിലൊക്കെ. പിന്നെ ചാറ്റിങ്ങിലൂടെയും എല്ലാം ആള് മനസ്സിലാക്കി എടുത്തിരിക്കുന്ന കുട്ടി കുറെ ചാനൽസിലോട്ടൊക്കെ പോയി മേ ബി സൂപ്പർവൈസ്ഡ് അറ്റൻഷൻ, അല്ലെങ്കിൽ ആ കുട്ടി എന്താ ചെയ്യണമെന്ന് നോക്കാൻ ആളില്ലാഞ്ഞിട്ടായിരിക്കാം. അപ്പം അങ്ങനെ പോയി. പിന്നെ അത് ഒരു കോൺവെർസേഷനിലിട്ടാണ് ഞാൻ കൊണ്ട് എത്തിച്ചത്. കാരണം നമ്മൾ അവരെ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ത് സാഹചര്യമാണോ കുട്ടി അതിലോട്ട് കൊണ്ട് എത്തിച്ചത്, കുട്ടിയുടെ കറന്റ് സാഹചര്യം എന്താണ്, കുട്ടി എന്താണ് അതിനകത്ത് മനസ്സിലാക്കിയിരിക്കുന്നത്, ആ ഗ്രൂപ്പിൽ എന്താണ് നടക്കുന്നത്, എന്താണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. മേ ബി കുട്ടിക്ക് ഒരു ബിലോങ്ങിങ്നെസ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇനി ആരും ഇല്ല എന്നുള്ള തോന്നലാണോ, അപ്പൊ എവിടെയെങ്കിലും ഒന്ന് ബിലോങ്ഡ് ആവണം, അതിന് വേണ്ടിയിട്ട് കുറെ ഗ്രൂപ്പിൽ കയറിയതായിരിക്കാം. സിമിലർ ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് പറഞ്ഞ് ശരിയാക്കിയായിരുന്നു. മീൻസ് നമ്മൾ ഇങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ തന്നെ നമ്മൾ ചില ആൾക്കാർ പറയല്ലോ, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, ഞാൻ കുറച്ച് വിയേർഡ് ആണെന്നൊക്കെ കുട്ടികൾ വന്ന് പറയാറുണ്ട്. അപ്പം വി ആക്ച്വലി ആസ്ക് ദം ടു വെയിറ്റ്. നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇത് വരണമല്ലോ, അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം എന്താന്നുള്ളത് നോക്കിയിട്ട്. ബിക്കോസ് ദേ ആർ ടു യങ് അല്ലേ ഇപ്പൊ. അപ്പൊ ഇൻഫോർമേഷൻസ് അധികമാകുമ്പോൾ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. അതെ, നമ്മൾ കണ്ടന്റ് ഓവർലോഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഇപ്പം ഒത്തിരി ഇങ്ങനെ ഇപ്പൊ റീൽസ് സ്ക്രോൾസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം. എന്താ പറയാ, നമ്മളിങ്ങനെ ജസ്റ്റ് കുട്ടികളാണെങ്കിലും ഒരു സ്ക്രോളിംഗ് എന്ന് പറഞ്ഞൊരു വേർഡാണ് ജെൻസീസ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ. ലിറ്ററലി അതാണ്. അപ്പം അതിങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒത്തിരി കണ്ടന്റ്സ് ആണ് പോകുന്നത്. അപ്പൊ അത് ആക്ച്വലി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഭയങ്കര ഓവർലോഡഡ് ആവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ട്. അതും സെക്കൻഡായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ ചാനൽസ് പല സ്ഥലത്തും പോയി പെട്ടിട്ടുള്ള റോങ് ആയിട്ടുള്ള ധാരണകൾ വരുന്നതും, അല്ലെങ്കിൽ അതല്ലാണ്ട് ഇത് ത്രൂ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്.